ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് മിക്സഡ് ഡ്രാഗൺ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മഷ്റൂം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, കോളിഫ്ലവർ ഇതുപോലെ 2 വലിയ പീസ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പനീർ ക്യൂബ്സ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്, 1 കപ്പോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മഷ്റൂമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വല്ലാണ്ട് തിന്നാവണ്ട, അപ്പോൾ നമ്മൾ മാവിൽ മുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ കോളിഫ്ലവറും ഞാൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതും ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, കഴുകിയിട്ട്. പിന്നെ പനീറും ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് എഗ്ഗാണ്. എഗ്ഗ് ഒരു 1/2 എഗ്ഗാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയത്, അത് കാണിക്കുന്നതിന് മുന്നായിട്ട് ഇത് കാണിക്കാൻ വേണ്ടി ക്യാമറയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു മുട്ടയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒന്നിച്ചൊഴിക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കോളിഫ്ലവർ, അപ്പോൾ ഞാനിപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ മീതെ മഷ്റൂം കൂടി ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇപ്പോൾ ആദ്യം കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം, അതിന് ശേഷം മഷ്റൂം അതിൽ മുക്കി ഫ്രൈ ചെയ്യാം, അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് എണ്ണയിലേക്ക് കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇതാദ്യം കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് മറ്റുള്ളത് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം. ആദ്യം ഞാൻ മഷ്റൂമാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ആകെ കട്ട ആയി പോവും. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴേ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മഷ്റൂം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ആ ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് പനീറും ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടിൽ നിന്ന് പകുതി എടുക്കാം, ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിട്ടിട്ടൊന്ന് കോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റിയതിന് ശേഷം പനീറും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ആദ്യം എടുത്ത് വയ്ക്കുക, സോസും റെഡിയാക്കി വയ്ക്കുക. ഒരു സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ആകെ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതിയാവും. എന്നാലും നല്ലൊരു ക്രിസ്പി ആയിട്ട് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പനീറും കാഷ്യൂനട്ടും ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി ഒരു ചെറിയ 1/4 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, പിന്നെ 3 തരം ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 സവാള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട്, സെലറി ഉണ്ടെങ്കിൽ സെലറിയും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ സോസാണ് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ്. പിന്നെ ഹണിയാണ്, 1 ടേബിൾ സ്പൂൺ ഹണി ഉപയോഗിക്കുന്നുണ്ട്. സോസുകളെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ എടുത്ത് വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ സെസ്മി ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാനൊരു 5 ഉണക്കമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതാണ്, അത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റാം. വല്ലാണ്ട് കളർ മാറി പോകണ്ട, ചെറുതായി ഒന്ന് വഴന്നാൽ മതി. അതിലേക്ക് നമുക്ക് വഴന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ചതച്ചത്
ഒരു 2 ടീസ്പൂൺ ഉണ്ട്, അതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ടൊന്ന് എല്ലാത്തിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സോസിയാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയധികം സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് മധുരം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടെ. ഇപ്പോൾ ഹണി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ 2 സ്പൂൺ പഞ്ചസാര കൂടി ഇടുമ്പോൾ അത്രയ്ക്ക് മധുരം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ചേർക്കാം. പക്ഷേ ഇതിന് ചെറിയൊരു മധുരം എരിവൊക്കെ ആയിട്ടുള്ളൊരു സോസായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവ് കൂട്ടേ കുറയ്ക്കുക ചെയ്യാം. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്നട്ടും കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാഷ്നട്ട് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അവസാനമാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാപ്സിക്കം ഭയങ്കര സോഫ്റ്റായിട്ട് പോകും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവസാനമാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ഞാൻ കാഷ്നട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, കാഷ്നട്ട് കോട്ട് ചെയ്യാണ്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ, അതും നമ്മൾ അവസാനം സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ അല്ലെങ്കിൽ കാഷ്നട്ടൊക്കെ തണുത്ത് ആ ക്രിസ്പിനെസ്സൊക്കെ പോവും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കാഷ്നട്ട് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് കാഷ്നട്ടിൽ നിന്ന് പകുതി നമ്മൾ ഇതിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്, പകുതി നമ്മൾ അവസാനം ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് എടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.